നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ എപ്പോഴും ഒരു പാഷനേറ്റ് മേഖലയാണ്. നല്ല പാഷൻ ഉള്ളവർ മാത്രമാണ് ആ ഒരു മേഖലയിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻഫോ പാർക്ക് ഫേസ് 2 പ്രവർത്തിക്കുന്ന ഒരു മികച്ച സ്ഥാപനമാണ് ഈ അവസരം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, ഡീറ്റെയിൽസ്, ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഞാൻ ഇതിനകത്ത് പറയും. ക്വാളിഫിക്കേഷൻസ് എല്ലാം ഞാൻ ഇതിൽ സൂചിപ്പിക്കും. അതൊക്കെ കണ്ട് മനസ്സിലാക്കി കമ്പനിയെക്കുറിച്ചും പഠിച്ച ശേഷം ഒന്ന് ഈ അവസരത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗ്രാഫിക് ഡിസൈനർ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഫോ പാർക്കിലുള്ള ഫെതർ സോഫ്റ്റ് ഇൻഫോ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് അവസരം നൽകിയിട്ടുള്ളത്. ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ ഒരു 3 years എക്സ്പീരിയൻസ്, ഒരു 3 വർഷം എങ്കിലും അടിസ്ഥാനപരമായ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവർ നോക്കുന്നത്. കാരണം ഇതിന് കുറേ ടെക്നോളജി, കുറേ സ്കിൽസ്, കുറേ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കാനുള്ള അറിവ് ഇവർ ചോദിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. പ്രധാനമായിട്ടും മോഷൻ ഗ്രാഫിക്സ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ടൂളുകൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ളത് ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ പ്രീമിയർ പ്രോ ഇതൊക്കെ ഉപയോഗിച്ചുള്ള വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് കോൺസെപ്റ്റ്സ് ധാരണയുള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഇവർ നൽകും എന്നിവർ പറയുന്നുണ്ട്. അതുകൂടാതെ സ്വാഭാവികമായൊരു ഗ്രാഫിക് ഡിസൈനർ അറിയേണ്ട കുറേ ടൂൾസ് ഉണ്ട്. ഫോട്ടോഷോപ്പ് പോലെയുള്ള കാര്യങ്ങൾ, അഡോബിയുടെ ഇല്ലസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻഡിസൈൻ പോലെയുള്ള സോഫ്റ്റ്വെയർ, ഇതിലൊക്കെ നിങ്ങൾക്കൊരു നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രിൻറ്റിന് വേണ്ടിയുള്ള ഡിസൈനിങ്, പ്രിൻറ്റിന് വേണ്ടിയുള്ള ഡിസൈനിങ്ങിലും വെബ് ഡിസൈനിങ്ങിലും അതുകൂടാതെ മൊബൈൽ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഡിസൈനുകൾക്കും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ പലതരം പ്ലാറ്റ്ഫോമിലേക്കുള്ള ഡിസൈനിങ്, അതായത് പ്രിൻറ്റിന് വേണ്ടിയുള്ളത് ഒരു തരത്തിൽ, നോർമൽ ഡെസ്ക്ടോപ്പിന് വേണ്ടിയുള്ള ഡിസൈനിങ് മറ്റൊരു തരത്തിൽ, വെബ് ഡിസൈനിങ് മറ്റൊരു തരത്തിലാണ് വരിക. മൊബൈൽ ആപ്പുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനുകൾക്ക് വേണ്ടിയുള്ള കസ്റ്റമൈസ്ഡ് ഡിസൈനിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ളവരായിരിക്കണം ഈ കാൻഡിഡേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൂൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ട്രെൻഡി ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളിലുള്ള ഡിസൈനിങ്ങിനെ കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ് എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ ഇതിനൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ മിക്കവാറും ഞാൻ സൂചിപ്പിക്കാറുള്ളൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഡിസൈനിങ് പോലുള്ള മേഖലകളിലെ ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇമെയിൽ ID ആയിരിക്കും അവർ തരിക. അതിലേക്ക് അപ്ലൈ ചെയ്യുക, അതായിരിക്കും നോർമൽ പ്രൊസീജിയർ. പക്ഷേ അത് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ആ ആപ്ലിക്കേഷനിൽ ഒരു റെസ്യൂമെ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ നമ്മൾ ആ റെസ്യൂമയ്ക്കകത്ത് തന്നെ ഒരു പോർട്ട്ഫോളിയോ ലിങ്കൊക്കെ വെച്ച് നിങ്ങളുടെ വർക്കുകളെക്കുറിച്ചൊക്കെയുള്ള, നിങ്ങൾ ചെയ്തിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ് സാധനങ്ങളെക്കുറിച്ച് ഒരു വിഷ്വലി അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കാൻ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു, നിങ്ങളെ ഒന്ന് ഉയർത്തി കാണിക്കുന്ന, ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു പോർട്ട്ഫോളിയോ കൂടി ചെയ്ത് ഇതിൻ്റെ കൂടെ ഒന്ന് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോളിനുള്ള സാധ്യത അതിലൂടെ കൂടുതൽ കിട്ടും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു റെസ്യൂമേ, ഇതുവരെ വർക്ക് ചെയ്ത കമ്പനികളുണ്ടെങ്കിൽ അത് സ്വന്തമായി നിങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, പോയ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ഒരു ഫ്രീലാൻസ് ഡിസൈനറായിട്ടാണെങ്കിൽ അങ്ങനെ അതിനെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചൊരു റെസ്യൂമേ തയ്യാറാക്കുക. നിങ്ങൾ ചെയ്ത വർക്കുകളുടെ നല്ലൊരു പോർട്ട്ഫോളിയോ പ്രസൻറ്റേഷൻ അതും തയ്യാറാക്കി അതിൻ്റെ ലിങ്ക് റെസ്യൂമേയിലൊക്കെ ഉൾപ്പെടുത്തി അതൊരു കവറിംഗ് ലെറ്ററും ഒക്കെ വെച്ച് നിങ്ങൾ ഭംഗിയായിട്ട് ആ ആപ്ലിക്കേഷൻ ഒന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ January 17th ആണ്. 2025 January 17 ഈ ആപ്ലിക്കേഷൻ എത്തണം. അപ്പോൾ ഇൻഫോ പാർക്കിലെ ഒരു മികച്ച സ്ഥാപനത്തിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാനുള്ള ഒരു മികച്ച അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഓപ്പർച്യൂണിറ്റിയുടെ രൂപത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പാഴാക്കാതെ ഈ ഒരു മേഖലയിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി ഒരു മടിയൊന്നും കൂടാതെ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട പല മേഖലകളിലുള്ള അവസരങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം നിങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.